ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണെങ്കിൽ കമലേശ്വരം വീട്ടിലോട്ട് പോകുന്നുണ്ട്. വളരെയധികം തന്നെ തകർച്ചയിലാണ് കണ്ണനാണെങ്കിൽ ഇപ്പോൾ തൻ്റെ അച്ഛൻ്റെ കൊലപാതകളെ ഇത്രയും കാലം അറിഞ്ഞില്ലല്ലോ, തൻ്റെ ഭാര്യ പോലും തന്നെ ചതിക്കുമായിരുന്നല്ലോ എന്നാലോചിച്ച് കണ്ണനാണെങ്കിൽ ആകെ മനോവിഷമത്തിൽ തന്നെയാണ്. അതിനുശേഷം കമലേശ്വരം വീട്ടിലെത്തിയ കണ്ണനാണെങ്കിൽ ദുർഗയാണെങ്കിൽ കണ്ണനെ കണ്ട് ഓടി വന്ന്, എന്താ മോനെ, എന്താ പറ്റി, നീ എന്താ പെട്ടെന്ന് തിരിച്ച് കരുണാലയത്തിലോട്ട് പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൻ പറയുന്നുണ്ട്, എന്നോടാരും ഇനി സംസാരിച്ചു പോകരുത്, ഇവിടെ ഒരാളെ പോലും ഞാൻ കണ്ടുപോകരുത്, ഇപ്പം തന്നെ എല്ലാ സാധനങ്ങളും എല്ലാം എടുത്ത് എല്ലാവരും പുറത്ത് കിടക്കണം, ഇതെൻ്റെ മാത്രം വീടാണ്, ഞാനിത് കളിതമാശയ്ക്ക് പറയുവാണെന്ന് ആരും കരുതേണ്ടതില്ല, എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത്, ഇപ്പം തന്നെ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണനാണെങ്കിൽ. അപ്പോൾ ദുർഗയാണെങ്കിൽ ഇങ്ങനെ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഈ കണ്ണൻ എന്താ പറ്റിയത്, കണ്ണൻ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ദുർഗയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ട് പോകാനാ, ഇത് നിൻ്റെ അച്ഛൻ്റെയും കൂടെ വീടാണ്, എനിക്കിവിടെ നിൽക്കാനുള്ള എല്ലാ പൂർണ്ണ അധികാരമുണ്ട്, എൻ്റെ മക്കൾക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ഒരു അധികാരവും ഒരു അവകാശവും കൊണ്ട് ഇവിടെ ആരും നിൽക്കാൻ പാടില്ല, ഇത് ഞാൻ ഉണ്ടാക്കിയ വീടാണ്, എൻ്റെ അച്ഛൻ്റെ വീടൊന്നുമല്ല, നിനക്ക് നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നതാണ് ഉണ്ണി, ഇനി ഒരിക്കലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല, അമ്മയ്ക്ക് നിൽക്കാം, അത് നിൽക്കാതിരിക്കാം, അത് അമ്മയുടെ ഇഷ്ടമാണ്, അമ്മയെ ഞാൻ ആട്ടി ഇറക്കുന്നില്ല, പക്ഷേ ഉണ്ണിയും കരുണയും വാമനും ഒന്നും തന്നെ ഇവിടെ കാണാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ കണ്ണനാണെങ്കിൽ ഉറച്ച തീരുമാനത്തോടെ പറയുന്നുണ്ട്. ഇനി ആരും തന്നെ ഇവിടെ നിൽക്കാൻ പാടില്ലെന്നൊക്കെ കണ്ണൻ പറഞ്ഞതിന് ശേഷം കണ്ണനാണെങ്കിൽ റൂമിലോട്ട് പോയിട്ട് തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ നോക്കി ഒരുപാട് കരയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. കാരണം ഇത്രയും കാലം തൻ്റെ ഭാര്യ പോലും ഈ ഒരു സത്യം മറച്ചു വെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ സ്വയം അച്ഛൻ്റെ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, നീ എല്ലാ സത്യങ്ങളും ആ കണ്ണനോട് പറഞ്ഞു, മഹാലക്ഷ്മിയും കൂടെ അറിഞ്ഞ കാര്യം നീ എന്താ പറയാതിരുന്നതെന്നൊക്കെ പ്രതാപനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഞാനത് പറഞ്ഞില്ലെന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്, ഞാൻ അവളുടെ കാര്യം കൂടെ പറഞ്ഞിരുന്നു, എന്നാൽ മാത്രമേ അവൻ കുറച്ചുകൂടെ വിശ്വസിക്കുകയുള്ളൂ, അതുകൊണ്ട് അവളുടെ പേരാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എന്തായാലും കേസും വക്കാണത്തിനൊക്കെ അവൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവൻ്റെ ഭാര്യയും കൂടെ ഇതിലുണ്ടല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ അവൾ വെറും കണ്ട കാര്യം മാത്രമെന്നേ ഉള്ളൂ, പക്ഷേ നീ അവനെ കൊന്നിട്ടുണ്ട്, പിന്നെ അവൻ്റെ അച്ഛനെയും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാതും ചെയ്തത് നീയൊക്കെ തന്നെയല്ലേ, പിന്നെ വാമനും കുടുങ്ങും, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായി തീരുമെന്നൊന്നും നമുക്കറിയില്ല എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് പ്രതാപനോടായിട്ടാണെങ്കിൽ. അതിനുശേഷം നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അയാളെ കൊന്നത് ആ വാമൻ പറഞ്ഞിട്ടാണ്, എനിക്കെന്തായാലും നിരപരാധി ആവാൻ വലിയ ചാൻസൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഊരിപ്പോരും, വാമനാണ് പ്രതി ആവാൻ വേണ്ടി പോകുന്നത്, അമ്മ നോക്കിക്കോ, അവൻ ഇനി എന്നെ ചതിക്കാൻ കഴിയില്ല, ആ വാമന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ഒരു മാറ്റം തന്നെ കണ്ണേട്ടനും ഉണ്ടാവും, കാരണം എൻ്റെ അച്ഛനാണ്, കാരണം ഇവിടെ നിന്നൊക്കെ ഞങ്ങളോട് ഇറങ്ങിപ്പോവാനും മാറി നിൽക്കാനൊക്കെ കണ്ണേട്ടൻ പറയണമെങ്കിൽ അതൊക്കെ ആ കരുണാലയത്തിന് ചെന്നതിന് ശേഷമാണ്, കാരണം പരിപാടികളൊക്കെ ഇവിടെ നടക്കുമ്പോൾ കണ്ണേട്ടൻ്റെ മുഖവും കണ്ണേട്ടൻ്റെ സംസാരം ഇതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, അച്ഛനെ കണ്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആയി തീർന്നതെന്നൊക്കെ നമ്മുടെ കരുണ വാമനോട് പറയുന്നുണ്ട്. അപ്പോൾ വാമൻ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളെല്ലാവരും നോക്കിക്കോ, നമ്മളെല്ലാവരും പെടുക തന്നെ ചെയ്യും, നിങ്ങളൊക്കെ എന്നെ അങ്ങനെ ഒറ്റയ്ക്കാക്കി കുടുങ്ങിപ്പോരാമെന്ന് ഊരിപ്പോരാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, കാരണം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം കൊടുക്കുക തന്നെ ഞാൻ ചെയ്തിരിക്കുന്നൊക്കെ വാമൻ പറയുന്നുണ്ട് കരുണയോടായിട്ടാണെങ്കിൽ. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഞാനിതിൽ ഒന്നും തന്നെ പ്രതിയല്ല, അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്ക് എന്നൊക്കെ വാമനോട് പറയുന്നുണ്ട്. അതിനുശേഷം വാമൻ പറയുന്നുണ്ട്, നീ നിൻ്റെ അച്ഛനെ ചെന്ന് വിളിച്ചിട്ട് അയാളോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ, എന്നിട്ട് അതുപോലെ ആവാൻ നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു വക്കീലിനെയും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചാലേ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ ഊരിപ്പോരാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എന്തൊക്കെയാവാൻ വിളിച്ചു കൂവിയിരിക്കുന്നത് കണ്ണനോടെന്ന് നമുക്കറിയില്ല, കണ്ണൻ്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എല്ലാ സത്യങ്ങളും മറന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്, എന്തായാലും നീ നിൻ്റെ അച്ഛനോട് പോയി ചോദിക്കുന്നൊക്കെ കരുണയോട് പറയുന്നുണ്ട് വാമനാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അനന്തവും രേഖയൊക്കെ ആണെങ്കിൽ നമ്മുടെ മഹിക്ക് കാണുന്ന ടെൻഷൻ കണ്ടിട്ട് പറയുന്നുണ്ട്, എന്തിനാ മഹി ഇങ്ങനെ കണ്ണേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ണേട്ടൻ എന്തായാലും തിരിച്ചു വിളിച്ചോളും, പായസവും സദ്യയൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണം കാണും കണ്ണേട്ടന്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചാഞ്ഞ് കാണും അവിടെ, അതായിരിക്കും കോൾ എടുക്കാത്തത്, താൻ ഇങ്ങനെ പേടിക്കാതെന്നൊക്കെ നമ്മുടെ രേഖ മഹിയോട് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ മഹി പറയുന്നുണ്ട്, അതൊന്നും അല്ലടോ, കണ്ണേട്ടന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, കണ്ണേട്ടൻ അല്ലെങ്കിൽ എൻ്റെ കോൾ എടുക്കാതിരിക്കില്ല, എനിക്കത് ഉറപ്പാണ്, കണ്ണേട്ടൻ എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തത്, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പ് തന്നെയാണ്, കണ്ണേട്ടൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു, എനിക്ക് എൻ്റെ കണ്ണേട്ടൻ ഇപ്പം തന്നെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനന്തു പറയുന്നുണ്ട്, അത് വേണ്ട, ഞാൻ ആദ്യം പോയി കണ്ണനെ ഒന്ന് കമലേശ്വരം വീട്ടിൽ നിന്ന് കാണട്ടെ, അതിനുശേഷം നിങ്ങളൊക്കെ പോയി കണ്ടാൽ മതി, അതാവും കുറച്ചുകൂടെ നല്ലതെന്നൊക്കെ നമ്മുടെ അനന്തു പറയുന്നുണ്ട്. അങ്ങനെ അനന്തു ആണെങ്കിൽ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് കമലേശ്വരം വീട്ടിലെത്തുന്നുണ്ട്.
എത്തിയതിന് ശേഷമാണെങ്കിൽ കണ്ണൻ്റെ ഇതുവരെ കാണാത്തൊരു മുഖമാണ് അനന്തു അവിടെ കാണാനിടയാവുന്നത് തന്നെ. അനന്തുവിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. എനിക്കൊരു ഭാര്യ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അയാളോടും കൂടെ പറഞ്ഞേക്ക് എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു പോവരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ കമലേശ്വരം വീടിൻ്റെ വാതിലടയ്ക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അതിനുശേഷം അനന്തുവാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ വീണ്ടും തിരിച്ച് മഹിയുടെ അടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ അനന്തുവാണെങ്കിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ എൻ്റെ കണ്ണനെ കാണാത്ത രീതിയിലാണ് ഇന്ന് ഞാൻ കണ്ടത്. കാരണം അവൻ അത്രയേറെ വെറുപ്പിലായിരുന്നു എന്നോടും നിന്നോടൊക്കെ തന്നെ മഹി. അതുകൊണ്ട് നീ ഇപ്പോൾ പോകുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ട് നിനക്ക് പിന്നൊരു ദിവസം കണ്ണനെ കാണാൻ വേണ്ടി നമുക്ക് പോവാം. ഇപ്പോൾ എന്തായാലും കണ്ണൻ നിന്നെ കേൾക്കാൻ കൂട്ടാക്കില്ല. കാരണം അവൻ്റെ മനസ്സ് നിറയെ ഇപ്പോൾ സങ്കടത്തിലും വെറുപ്പിലുമാണ്. അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉള്ളടക്കം തന്നെ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ലെന്നൊക്കെ അനന്തുവാണെങ്കിൽ മഹിയോട് പറയുന്നത്. മഹിയാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എനിക്കിപ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ മഹിയുടെ വാശി കണ്ട് ഒറ്റയ്ക്ക് വിടാൻ തയ്യാറാവാത്ത അനന്തുവാണെങ്കിലും രേഖയാണെങ്കിലും ഒരുമിച്ച് കൂടെ പോകുന്നുണ്ട്. അങ്ങനെ കണ്ണൻ്റെ കമ്പനിയിലേക്കാണ് പോകുന്നത് തന്നെ. അങ്ങനെ കണ്ണനാണെങ്കിൽ നമ്മുടെ മഹിയെ കണ്ടോടെ തന്നെ ഭയങ്കരമായിട്ടും ദേഷ്യത്തോടെ മഹിയെ നോക്കുന്നുണ്ട്. ഇത്രയും കാലം നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നു, എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നുമില്ലെന്ന് ഞാൻ അനന്തുവിനോട് പറഞ്ഞാണല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? എന്തൊക്കെ നീ പറഞ്ഞാലും എൻ്റെ മനസ്സൊന്നും അലിയാൻ പോകുന്നില്ല മഹാലക്ഷ്മി എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ നമ്മുടെ മഹി ആട്ടി ഇറക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ രേഖ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും കണ്ണേട്ടൻ ഈ ചെയ്യുന്നത് വളരെയധികം തന്നെ മോശമാണ് കണ്ണേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. രേഖയാണെങ്കിൽ പറയുന്നുണ്ട്, അത് മഹി അറിഞ്ഞുകൊണ്ട് ചെയ്തൊന്നുമല്ല കണ്ണേട്ട. കണ്ണേട്ടൻ വിഷമിക്കരുത് എന്ന് വെച്ചിട്ടാണ് ഈ കാര്യം അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. ഞാനാണ് അവളോട് പറഞ്ഞത് കണ്ണനോട് ഇപ്പോൾ ഒന്നും പറയണ്ടെന്ന്. കാരണം കണ്ണേട്ടൻ്റെ സങ്കടം അവൾക്ക് കാണാൻ കഴിയില്ലെന്ന് അവൾ ആദ്യമേ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കണ്ണേട്ടനെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ച്. അല്ലാതെ കണ്ണേട്ടനെ ആരും തന്നെ പറ്റിച്ചിട്ടോ ചതിച്ചിട്ടോ ഒന്നും തന്നെ ഇല്ല. കണ്ണേട്ടൻ കാര്യം മനസ്സിലാക്കണം. അവളൊരു അമ്മയാണ്. അവളിങ്ങനെ ആട്ടി ഇറക്കാനൊന്നും പാടില്ല. അവൾക്ക് വേദനിച്ചാൽ അവളുടെ കുഞ്ഞിനും കൂടിയാണ് അത് വേദനിക്കുന്നത്. എന്ന് വെച്ചാൽ കണ്ണൻ്റെ കുഞ്ഞും കൂടിയാണ് ആ വേദന അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നൊക്കെ രേഖയാണെങ്കിൽ കണ്ണനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ണൻ്റെ മനസ്സിലാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ പതിയുന്നേ ഇല്ല. നമ്മുടെ കണ്ണനാണെങ്കിൽ തൻ്റെ അച്ഛനെ എങ്ങനെയാണോ പ്രതാപനും വാമനൊക്കെ ഇല്ലാതാക്കിയത്, അതേ നാണയത്തിൽ തന്നെ 2 പേർക്കും തിരിച്ചടി കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ പ്രതാപനെയാണ് ലോറി ഇടിപ്പിച്ച് വീഴ്ത്തുന്നത് തന്നെ. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ.